എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ സഭകൾ വളരുന്നു? എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ സഭകൾ ഉണ്ടാകുന്നു? കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ കത്തോലിക്കര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള കൂട്ടം പെന്തിക്കോസുകാരാണ്. കത്തോലിക്ക സഭ തളർന്നുകൊണ്ടിരിക്കുന്നു, പെന്തിക്കോസ് സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ മാജിക്ക്? 100, 105, 110 വർഷമായിട്ട് കേരളത്തിൽ വന്ന ഈ ആത്മീക സംഗമം ഇതുപോലെ വളരാനുള്ള കാരണം എന്താണ്? ഇവരെന്തെങ്കിലും മറ്റ് ആർക്കെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കിയ, ഒരു സുഹൃത്താണെങ്കിൽ പോലും, വിശ്വാസിയൊക്കെ പോട്ടെ, ഒരു സുഹൃത്താണെങ്കിൽ പോലും നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ആ സുഹൃത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ ആ സൗഹൃദത്തിന് എന്ത് വിലയാണ് ദൈവമക്കളെ ഉള്ളത്? വെറുതെ ഭോഷന്മാര് ഭോഷത്തരവും പറഞ്ഞുകൊണ്ട് നടക്കുക. കാശ് കൊടുത്തട്ടാ, കാശ് കൊടുത്താൽ ഒന്നും കിട്ടാത്തതൊന്ന് ദൈവത്തിന്റെ മഹത്വമുള്ള കൃപയാൽ ദൈവത്തിന്റെ ജനം പ്രാപിച്ചെടുത്തതിന്റെ അനന്തര ഫലമാണ് ഇന്ന് ഈ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവസഭകൾ വളരുകയും ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന്റെ ജനം ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നത്. Praise the Lord. നമുക്ക് ധൈര്യമായിട്ട് ഇത് പറയാൻ പറ്റും. ഇത് വെറുതെ ഊഹാപോഹം പറയുന്നല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു മകനും മകളും ഉണ്ടായ, അവരാങ്ങളെയും പെങ്ങളും? പെങ്ങളുടെ 2 വയസ്സുള്ള മകളെ സ്വന്തം അമ്മാച്ചൻ എടുത്ത് കിണറ്റിലെറിയുന്നു. എന്തിനെറിഞ്ഞു? പെങ്ങളെ ഭാര്യയാക്കാൻ. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും മേലാത്ത കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉമ്മ നെഞ്ചുപൊട്ടി പറയുന്നു, എന്റെ മകൻ മാത്രമുള്ളപ്പോൾ എന്റെ വീടിനകത്തിരിക്കാൻ എനിക്ക് ഭയമാണ്. ഒരു ഉമ്മയെ ഒരു മകൻ നോക്കുന്ന പോലല്ല എന്റെ മകൻ എന്നെ നോക്കുന്നത്, എന്നോട് സമീപിക്കുന്നത്, എന്നോട് ഇടപെടുന്നത്. കേട്ടിട്ടുണ്ടോ? സ്വത്രം. +2-നോ 11-ലോ 12-ലോ പഠിക്കുന്ന കുറച്ച് പിള്ളേര് തെങ്ങിൻ തോപ്പിലിരുന്ന് മദ്യവും മയക്കുമരുന്നോ എന്തോ കഴിക്കുകയാണ്. അപ്പൻ ചോദിക്കാൻ വന്നു. അപ്പൻ വന്നാ മകനോടല്ലേ ചോദിക്കുള്ളൂ, കൂട്ടുകാരോട് ചോദിക്കത്തില്ല. ആദ്യം വന്ന മകനോട് ചോദിച്ചു, എന്താ നീ ചെയ്യുന്നേ? മറുപടി, സ്വന്തം പിതാവിന്റെ മുഖത്ത് കരണം പുകയ്ക്കുന്ന അടിയായിട്ടാണ് സ്വന്തം മകന്റെ കയ്യിൽ നിന്ന് ഈ അപ്പന് കിട്ടിയത്. എന്താ ഇവിടെ നടക്കുന്നേ? ഇവിടെ നിയമപാലകരില്ലാഞ്ഞിട്ടല്ല, ഇവിടെ ഭക്തിയുടെ സ്ഥിരാകേന്ദ്രങ്ങളില്ലാഞ്ഞിട്ടല്ല, മാനവകുലത്തിന്റെ ഈ ദുഷിച്ച പൈശാചികമായ അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തിനൊരു വ്യത്യാസം വരുത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ദൈവത്തിന്റെ തിരുവചനത്തിന് മാത്രമാ. എല്ലാവരും കൈവിട്ട്, എല്ലാവരും ഉപേക്ഷിച്ച്, എല്ലാ വഴിയും അടഞ്ഞ്, ആത്മഹത്യയല്ലാതെ, നാട് വിട്ടു എവിടെയെങ്കിലും ഓടിപ്പോകുകയല്ലാതെ ജീവിതം വഴിമുട്ടിപ്പോയ എത്രയോ ആളുകളാണ് ഇന്ന് ദൈവത്തിന്റെ വചനവുമായിട്ട് നിന്ന് ധൈര്യസമേതം കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നത്. കവലകളിൽ നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ആളുകളെ നോക്കിയിട്ട് പരിഹസിച്ചിട്ട് പോകാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഇവരെങ്ങനെ ഇവിടെ എത്തി എന്ന് ഈ പരിഹസിക്കുന്നവർ അറിയുന്നില്ല. അവർക്കൊരു ചരിത്രം പറയാനുണ്ട്. ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ വഴിയൊന്നും കാണാതെ, എല്ലാ വഴികളും അടഞ്ഞ്, ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ലാതെ ജീവിതമാകമാനം വടിമുട്ടി നിന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ തിരുവചനം വീണ്ടെടുത്ത് രക്ഷിച്ച് നടത്തിയ അനുഭവമുണ്ട്.